Hi friends, എല്ലാവർക്കും A2Z ട്രിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആവുന്നതുകൊണ്ടാണ് ഞാനിത് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാം എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. My name is Ramshad. Welcome to my PSC video tutorial. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? Hari bought an article for ₹380 and he spent 20% of selling price on repairing. Although he got a profit of 20%, then what will be the selling price of the article? എന്താ പറഞ്ഞത്? ഹരി ഒരു ആർട്ടിക്കിൾ വാങ്ങി 380 രൂപക്ക് ഹരി ഒരു ആർട്ടിക്കിൾ വാങ്ങി. ആ 380 രൂപക്ക് ആർട്ടിക്കിൾ വാങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ചിലവായത് ആ ഒരു 380 രൂപയും പ്ലസ് സെല്ലിംഗ് പ്രൈസിൻ്റെ 20% അദ്ദേഹത്തിന് ചിലവായി. അതിനുശേഷം അദ്ദേഹം 20% ലാഭത്തിന് വിറ്റു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആ വിറ്റ വില എത്രയാണ്? ആ വിറ്റ വില എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹരി ഒരു സാധനം 350 രൂപക്ക് വാങ്ങി. ആ 350 രൂപയുടെ കൂടെ ഈ സെല്ലിംഗ് പ്രൈസിൻ്റെ 20% അദ്ദേഹം റിപ്പയറിങ്ങിനായി ചിലവാക്കി. അതിനുശേഷം അദ്ദേഹം 20% വിറ്റു എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വിറ്റ വില എന്ത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഹരി വാങ്ങിയത് എത്രക്കാ? ഹരി ഒരു 380 രൂപക്കാണ് ഒരു സാധനം വാങ്ങിയതെന്ന് പറഞ്ഞു. ആ 380 രൂപയോട് കൂടെ 20% സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് 100% വില. ആ 100% ഞാൻ 20% കൂട്ടി വെക്കുമ്പോൾ എനിക്ക് 20% ലാഭം കിട്ടിയെന്ന് പറയാം. അതുപോലെ ഞാൻ 20% കുറച്ച് വിറ്റു എന്ന് പറഞ്ഞാൽ എനിക്ക് 20% നഷ്ടമാവില്ല. അപ്പോൾ ഇവിടെ വിറ്റത് 20%. അപ്പോൾ 100% ടോട്ടൽ ഒരു സാധനത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 100%. ആ 100%ൻ്റെ കൂടെ 20% കൂട്ടിയപ്പോൾ പ്ലസ് 20% കൂടി കൂടുമ്പോഴാണ് എനിക്ക് എത്രയായി? 120%മായി. ആ സാധനത്തിന് 120%മായി. ഇനി നമ്മോട് പറഞ്ഞിട്ട് 120% അദ്ദേഹത്തിൻ്റെ വിറ്റ വിലയുടെ 20% അദ്ദേഹം ഈ 350 കൂടി കൂട്ടിയെന്ന് പറഞ്ഞു. അപ്പം വിറ്റ വില നമുക്ക് എത്രയെന്ന് അറിയില്ല, നമ്മളോട് വിറ്റ വില ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലായി, 120%-നാണ് ഞാനിത് വിറ്റതെന്ന് എനിക്ക് ഉറപ്പായി. കാരണം 20% ലാഭം, 100% എന്ന കോസ്റ്റാണ്, പ്ലസ് 20% വെക്കുമ്പോഴാണ് എനിക്ക് 120% വെക്കുന്നത്. നമ്മളെന്ത് ചെയ്യുക? ഈ 120%-ൻ്റെ 20% കാണാം. അത് എത്ര വരുന്നത്? 120-ൻ്റെ 20% 120-ൻ്റെ 10% കാണാൻ എളുപ്പമുണ്ട്. അതിനൊരു 0 കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 120-ൻ്റെ 10% 12ആണ്, പ്ലസ് 12 കൂടി 24. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ മൊത്തം എൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ 100%. ആ 100%-ൽ നിന്ന് ഈ 24% കുറച്ച് കഴിഞ്ഞാൽ ആ കിട്ടുന്ന എത്രയാണ്? നമുക്ക് 100-ന് 24 പോയാൽ 76%. ആ 76% ഈ 350 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, 350-ൻ്റെ കൂടെ എൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ 20% ഞാൻ കൂട്ടുമ്പോഴാണ് എൻ്റെ ആക്ച്വൽ കോസ്റ്റായ ഈ 100% എന്ന് കിട്ടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഈ 100% കിട്ടി. ആ 100%-ൻ്റെ കൂടി 20% കൂട്ടുമ്പോഴാണ് ഞാനൊരു സെല്ലിംഗ് പ്രൈസ് ആകുന്നത്. അപ്പോൾ 380 എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ 76% അതിൻ്റെ 120% കാണാം. 100% ആകുമ്പോൾ കോസ്റ്റായി, 120% ആകുമ്പോൾ അതിൻ്റെ സെല്ലിംഗ് പ്രൈസായി. അപ്പോൾ 380 ഹരിക്കണം 76 ഇൻറ്റു 120. ഇവിടെ എഴുതാം, 380 ഹരിക്കണം 76 ഇൻറ്റു 120 ചെയ്ത് കഴിഞ്ഞാൽ 350-ൽ 76 760-ൻ്റെ പകുതി. 760 10ആണ്. അപ്പോൾ 5 ഇൻറ്റു 120 എത്രയാണ് കിട്ടുന്നത്? 600. അപ്പോൾ എനിക്ക് കിട്ടിയത് എത്രയാണ്? 600 രൂപയാണ് ആ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ എത്ര ശതമാനമാണ്? 20% എനിക്ക് കോസ്റ്റിനോട് കൂടി കൂട്ടേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് മനസ്സിലായിട്ടില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക. കാരണം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. എങ്ങനെ കിട്ടിയെന്നറിയാം, പലപ്പോഴും ചിലപ്പോൾ ബുദ്ധിമുട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായും ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾക്ക് വേണ്ടി മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, റംഷാദ് വോയിസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. ആ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആ ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.